മക്കളെ, നിങ്ങൾ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുമായിരിക്കും അല്ലേ? നമ്മുടെ റിസൾട്ട് ഇങ്ങനെ വരാറായി. ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു ടെൻഷനോ കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടാകും. എനിക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ അത്രയും സമയം കിട്ടിയില്ല, ഞാൻ ചില പോയിന്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മക്കളെ, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഡോണ്ട് വറി. നമുക്ക് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നൊരു സന്തോഷ വാർത്ത കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വാല്യുവേഷൻ ലിബറലാണ്. ചില ക്വസ്റ്റ്യൻ ഒരു പോയിന്റ് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ, കാരണം അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പം ചില പാറ്റേൺ ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പം +2 എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു പാറ്റേണിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ലൈവ് ക്ലാസ്സുകളിലും ബൂസ്റ്ററിലും മെഗാ മാരത്തോണിലും ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്. അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കും, എന്താണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഈ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ പോയിന്റ് മാത്രം എഴുതിയ മക്കളുമാരുണ്ടായിരിക്കും. ഡോണ്ട് വറി, നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. നമുക്ക് അധ്യാപകർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആ ക്വസ്റ്റ്യനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യന് മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു ടെൻഷനൊക്കെ മാറി ടെൻഷൻ ഫ്രീ ആയിട്ടുണ്ടാവും അല്ലേ? ഇനി നിങ്ങൾക്ക് +1 നല്ല രീതിയിൽ മാർക്ക് നേടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് +2 വേണ്ട. അവിടെയും സൈല നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. സൈല നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് യുവ ബാച്ച് ആണ്. യുവ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം, അതിലേക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് എഴുതേണ്ടത്. ചില ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ഒരുപാട് പേജൊക്കെ എഴുതി നിങ്ങളുടെ സമയം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ അത് അങ്ങനെ എഴുതണം എന്നുള്ളൊരു കാര്യം നമ്മുടെ ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ തന്നെ നമുക്ക് ആ സമയം എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യനിൽ അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ടിപ്സും ട്രിക്സും അതേപോലെ തന്നെ നമ്മൾ ആ സബ്ജക്റ്റിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആണ് യുവ ബാച്ചിലുള്ളത്. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾക്ക് എത്രത്തോളം ആഴത്തിൽ മനസ്സിലായി എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, മൊഡ്യൂൾ ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, യുവ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയേറെ ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, യുവ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ടെൻഷനും ഒരു വിഷമവും വേണ്ട, നിങ്ങളോടൊപ്പം ഞങ്ങളും എപ്പോഴും തന്നെ ഉണ്ട്. അപ്പം വാല്യുവേഷനെ പറ്റി നിങ്ങൾക്ക് ചെറിയ ഡൗട്ടും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി, ക്ലിയർ ആയി. ഒരു ടെൻഷനും വേണ്ട. ഇനി നിങ്ങൾക്ക് +2ലേക്കാണ്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ +1ലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഇനി ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടിയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്.